കാലവർഷം ആരംഭിക്കുന്നതോടെ നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിലും മോഷണങ്ങൾ നടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനമൈത്രി സുരക്ഷാ സമിതി യോഗം ചേർന്നു. മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനിൽ ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. കാലവർഷം ആരംഭിക്കുന്നതോടെ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മോഷണങ്ങൾ നടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനമൈത്രി സുരക്ഷാ സമിതി യോഗം ചേർന്നു. ഇൻസ്പെക്ടർ അനിൽ ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് യോഗം ജാഗ്രതാ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. പൊതുജനങ്ങളിൽ മഴക്കാല സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും യോഗം തീരുമാനിച്ചു. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: വീടിന്റെ മുൻവാതിലിനൊപ്പം തന്നെ പിൻവാതിലുകളുടെയും പൂട്ടുകൾ ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തുക. വാതിലുകൾക്ക് പിന്നിൽ വിലങ്ങനെയുള്ള ഇരുമ്പ് പട്ടകൾ ഘടിപ്പിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കും. രാത്രികാലങ്ങളിൽ ജനൽപ്പാളികൾ പൂർണ്ണമായും അടച്ചിടണം. അപരിചിതർ കോളിംഗ് ബെല്ലടിച്ചാൽ വാതിൽ തുറക്കാതെ ജനൽ വഴി മാത്രം സംസാരിക്കുക. കവർച്ചക്കാർക്ക് വീട് തകർക്കാൻ സഹായകരമാകുന്ന പാര, കുന്താലി, മഴു, ഗോവണി തുടങ്ങിയ ഉപകരണങ്ങൾ വീടിന് പുറത്ത് അലക്ഷ്യമായി സൂക്ഷിക്കരുത്. വീടിനു പുറത്തും പിന്നിലും അടുക്കള ഭാഗത്തും രാത്രി ലൈറ്റുകൾ പ്രകാശിപ്പിക്കുക. ഗേറ്റിനു വെളിയിൽ പൂട്ടിടുന്നതിന് പകരം അകത്തുനിന്നും ചങ്ങലയിട്ട് പൂട്ടുക. ദിവസങ്ങളോളം വീടടച്ചിടുമ്പോൾ പത്രം, മാഗസിൻ എന്നിവ ഇടുന്നത് താൽക്കാലികമായി നിർത്താൻ ആവശ്യപ്പെടുക. വീട് പൂട്ടിപ്പോകുമ്പോൾ പകലും രാത്രിയും തുടർച്ചയായി ലൈറ്റ് തെളിഞ്ഞു കിടക്കാൻ അനുവദിക്കരുത്. വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ നിരീക്ഷണ ക്യാമറകൾ ഉള്ളവർ അവ രാത്രി റെക്കോർഡിംഗ് മോഡിലാണെന്നും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. പോലീസ് എത്തുന്നതിന് മുൻപായി കവർച്ച നടന്ന മുറി, വാതിൽ, മോഷ്ടാക്കൾ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവയിൽ തുടരുത്. ഇത് ശാസ്ത്രീയ തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് പോലീസ് അറിയിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.